നമുക്ക് എളുപ്പത്തിലൊരു ഫാക്ട് പഠിച്ചാലോ. അതായത് നമ്മൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഈ കലാപങ്ങൾ എവിടെ നടന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഛോട്ടാ നാഗ്പൂർ എന്ന് പറയുന്ന വലിയൊരു റീജിയണിൽ നടന്ന ഒരു 4 കലാപങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റയടിക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ റീജിയനാണ്. ആ റീജിയണിൽ നടന്ന കോൾ കലാപം, പഹാരിയ കലാപം, ഹോ കലാപം, മുണ്ട കലാപം, 4 കലാപങ്ങൾ. നമ്മളിത് കാണാപ്പാടം പഠിക്കാറുള്ളതാണ്. പക്ഷെ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ ഫോണിലേക്ക് കോള് വന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ഭാര്യയുടെ കോളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോ ഭാര്യയാണ് മുണ്ടല്ലേ എന്ന് പറയും. അപ്പോൾ ആ ഒരൊറ്റ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഫോണിലേക്ക് കോൾ കലാപം, അതിൽ ഭാര്യയുടെ ആണ് എന്ന് കാണിച്ചപ്പോൾ പഹാരിയ കലാപം, പിന്നെ ഹോ മുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഹോ കലാപം, മുണ്ട കലാപം. ഇത്രയേ ഉള്ളൂ. 4 സിമ്പിളായിട്ട് ഓർത്തിരിക്കാമല്ലോ. നമ്മൾ ആ ഒരൊറ്റ ഫോൺ കോളിൻ്റെ കാര്യം മാത്രം ഓർത്താൽ മതി. ചേട്ടന് കോൾ വരുമ്പോൾ ഭാര്യയാണ്, ഹോ മുണ്ടല്ലേ എന്ന് പറയുന്നു. 4 നമുക്ക് എന്ത് ചെയ്യാം, കോൾ കലാപം, പഹാരിയ കലാപം, ഹോ കലാപം, മുണ്ട കലാപം. 4 എവിടെയാണ്? ഛോട്ടാ നാഗ്പൂർ റീജിയണിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. താങ്ക് യു.